ടയേർഡ്. അപ്പൊ കേരളത്തിൽ നിന്നും എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ സോളോ ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസ് വരും എന്നുള്ള ക്വസ്റ്റ്യൻ കുറെ ആയിട്ട് ചോദിക്കുകയാണ് എല്ലാവരും. സോ ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട്. അപ്പൊ ആദ്യമായിട്ട് തന്നെ കേരളത്തിൽ നിന്നും നേപ്പാളിൽ എത്താൻ വേണ്ടി നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് വയ ഫ്ലൈറ്റ്, ഒന്ന് വയ ട്രെയിൻ. ഫ്ലൈറ്റ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രീലങ്കൻ എയർവേസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 12,000 രൂപയ്ക്ക് നമുക്ക് കാഠ്മണ്ഡുവിൽ റീച്ച് ചെയ്യാൻ പറ്റും. അതേസമയം ട്രെയിൻ ആണ് ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഗോരഖ്പൂർ വരെ പോകുന്ന റപ്തിസാഗർ എക്സ്പ്രസ് ട്രെയിനിൽ തേർഡ് എ സി ടിക്കറ്റിന് ഏകദേശം 3,000 രൂപയാണ് എത്തുന്നത്. നിങ്ങൾ ഗോരഖ്പൂർ വരെ അങ്ങനെ എത്താൻ സാധിക്കും. അവിടെ നിന്നിട്ട് ബോർഡർ ക്രോസ് ചെയ്യുക സൊണോലി. അതിനുശേഷം ഏകദേശം ഒരു 1,000 രൂപ ചെലവ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഠ്മണ്ഡു വരെ ബസ് ലഭിക്കും, അല്ലെങ്കിൽ ഷെയർ ടാക്സി ലഭിക്കും. ലോക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ചീപ്പിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വയ ഫ്ലൈറ്റ്, അതായത് രാംചേപ്പ് ടു ലുക്ല നിങ്ങൾക്ക് ഫ്ലൈറ്റ് പോകാൻ പറ്റും. രാംചേപ്പിൽ നിന്ന് ലുക്ലയിലേക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15,000 രൂപയാണ് വൺ സൈഡ് ആവുന്നത്. സോ ടു സൈഡ് ഇറ്റ് വിൽ കോസ്റ്റ് ടു അറൌണ്ട് 30,000 റുപ്പീസ്. റോഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാഠ്മണ്ഡുവിൽ നിന്ന് സലേരി വരെ ഷെയർ ടാക്സി വഴി പോകാൻ പറ്റും. അതിന് നിങ്ങൾക്ക്